എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം പറയാനും കൂടിയാണ് വന്നത് കേട്ടോ. നമ്മൾ ഈ ഞായറാഴ്ചയാണ്, അതായത് മറ്റന്നാൾ, ശ്രീരാമ നവമി ആഘോഷിക്കുന്നത്. ചൈത്ര മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമിയും പുണർദവും ചേർന്ന് വരുന്ന ദിവസമാണ് ഭഗവാൻ ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമിയായിട്ട് അവതരിച്ചത്. ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യാദേവിയുടെ മകനായിട്ട്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും അത്യുച്ചത്തിലാണ്, കർക്കിടക ലഗ്നത്തിലാണ്. അതാണ് ഭഗവാൻ ആ സമയത്ത് അവതരിച്ചത്. അദ്ദേഹത്തിന് പേരിട്ടതോ ശ്രീരാമൻ. രാമൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും രമിപ്പിക്കുന്നവനാണ്, എല്ലാവരെയും മനസ്സ് മയക്കുന്നവനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു തത്വവും അത് തന്നെ. അദ്ദേഹം വേദാന്ത പുരുളാണ്. ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ വേദം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അലഞ്ഞു നടക്കുന്ന മനസ്സുകളെ എല്ലാം രമിപ്പിച്ച് ആനന്ദത്തിലേക്ക് നയിക്കുന്ന ഭഗവാനാണ്. അതുകൊണ്ടാണ് ശ്രീരാമൻ എന്ന് തന്നെ അദ്ദേഹത്തിന് പേര് വന്നത്. നമ്മൾ അറിയാം, ഞാൻ ഒരു യൂട്യൂബിൽ പറഞ്ഞിരുന്നു, ജയവിജയന്മാർ സനകാദികളെ പരിഹസിച്ചു. അവരെ ഉള്ളോട്ട് കയറാൻ വിട്ടില്ല വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിനെ കാണാൻ. അപ്പോൾ അവർ ശപിച്ചു, രാക്ഷസന്മാരായിട്ട് ജനിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ വന്ന് ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ 7 ജന്മം ജനിക്കണോ അതോ 3 ജന്മം എന്നെ ദ്വേഷിച്ചുള്ളവരായിട്ട് ജനിക്കണോ? അങ്ങനെ ചോദിച്ചോന്ന് പറഞ്ഞു. ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് വയ്യ, ഭഗവാനെ ദ്വേഷിച്ചിട്ടായാലും 3 ജന്മം മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ജനിച്ചത്. അപ്പോൾ ഈ ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമിയുടെ അവതാര സമയത്ത് അവർ രാവണനും കുംഭകർണനുമായിട്ടാണ് ജനിക്കുന്നത്, ജയവിജയന്മാർ. അപ്പോൾ രാവണൻ്റെ അഹങ്കാരം, അദ്ദേഹം എല്ലാ ശാസ്ത്രങ്ങളിലും നിപുണനാണ്, സകല കലാവല്ലഭനുമാണ്, മഹാദേവ ഭക്തനുമാണ്. പക്ഷേ ഞാൻ വലിയവൻ എന്നൊരു അഹങ്കാരമുണ്ടല്ലോ, അതാണല്ലോ എല്ലാവർക്കും ആപത്തായിട്ട് വരുന്നത്. നമുക്കറിയാം, എല്ലാവരുടെയും ആപത്ത് അവർ തന്നെയാണ്. എല്ലാവരുടെയും പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ എന്ന് പറയും. ആ അഹങ്കാരം വന്ന് അപ്പോൾ അവിടെ വീണു, അവരവിടെ തീർന്നു. കാരണം സത്യം വദ ധർമ്മം ചര, അതല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല, ആർക്കും മുന്നേറാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ദേവന്മാരെല്ലാവരും കൂടി ചെന്നു, മുനികളും ബ്രഹ്മാദി ദേവന്മാരെല്ലാം ചെന്ന് മഹാവിഷ്ണുവിനോട് സങ്കടം പറഞ്ഞു, ഭഗവാനെ ജീവിക്കാൻ വയ്യ, രാവണനെയും കുംഭകർണനെയും കൊണ്ടൊക്കെ പൂർണ്ണി മുട്ടുകയാണ് ഞങ്ങൾ, എല്ലാവരും മുനിമാരെയൊക്കെ തൂക്കി അങ്ങനെ നശിപ്പിക്കുകയാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഭഗവാൻ ഇതിനൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ സമാധാനപ്പെട്ടോളൂ. ഭൂമിദേവി പറഞ്ഞു, ഞങ്ങൾക്ക് ഭാരം താങ്ങാൻ പറ്റുന്നില്ല. അപ്പം ദേവിയോടും പറഞ്ഞു, എല്ലാവരെയും ഞാൻ സമാധാനിപ്പിക്കാം, ഞാൻ ശ്രീരാമസ്വാമിയായി ത്രേതായുഗത്തിൽ ഞാൻ അവതരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു ഭാവമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീപത്മനാഭസ്വാമി വിഗ്രഹം. അവിടെ ഇപ്പം പൈങ്കുനി ആറാട്ട് 2 ദിവസം മുമ്പേ കൊടിയേറി. ഈ 11-ാം തീയതിയാണ് ആറാട്ട്, പൈങ്കുനി ഉത്രത്തിനാണ്. അപ്പോൾ ആ അവസ്ഥയിൽ കിടക്കുന്ന ഭഗവാൻ ശ്രീരാമസ്വാമിയായി ജനനം എടുക്കാൻ തയ്യാറായി കിടക്കുന്ന രൂപത്തിലാണ് ശ്രീപത്മനാഭസ്വാമിയോടെ ശയിക്കുന്നത്. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ആ ഭഗവാന് കോടി എത്ര നന്ദി പറഞ്ഞാൽ മതിയാവില്ല. കോടിയൊക്കെ ഒരു കണക്കായിപ്പോൾ അല്ലേ? അഗണിത കോടി എന്ന് വേണം പറയാം. അഗണിത ബ്രഹ്മാണ്ഡ നായകനാണ്. അപ്പോൾ ആ സ്വാമി വന്ന് അവതരിച്ച ദിവസമാണ് രാമനവമി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീരാമനവമി ദിവസം ഈ ഞായറാഴ്ചയാണ്, മറ്റന്നാളാണ് അല്ലേ? അപ്പോൾ അതിന് വിഷ്ണു സഹസ്രനാമത്തിൽ തന്നെ പറയുന്നു, അതിൻ്റെ അവസാനം പറയുന്നു, മഹാദേവനാണ് പറയുന്നത്, വേറെ ആരുമല്ല, മഹാദേവൻ പറയുന്നു, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ഒരു പ്രാവശ്യം രാമനാമം ജപിച്ചാൽ 1000 വട്ടം വിഷ്ണുവിനെ ജപിച്ചതിന് തുല്യമാണ്, മഹാവിഷ്ണുവിനെ ജപിച്ചതിന് തുല്യമാണ്.
ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനെ. നമ്മൾ വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലുന്നു അല്ലേ? അത് ആ സഹസ്രനാമം ചൊല്ലുന്നതിന് തുല്യമാണ് ഒരു രാമനാമം ജപിച്ചാൽ എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ കലിസന്ധാരണ മന്ത്രത്തിലാണെങ്കിൽ നമ്മുടെ ഈ കലിയുഗം കടന്നു പോകാനും നമുക്ക് ഏറ്റവും ആവശ്യം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ രാമനാമത്തിൻ്റെ പ്രാധാന്യം എത്രയാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് ഈ രാമായണം വായന, നമ്മൾ രാമായണ മാസം മാത്രമല്ല, എല്ലാവരും ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, രാമായണ മാസം എടുത്ത് രാമായണം അങ്ങ് വായിക്കും അല്ലേ? അതൊരു മാസമായിട്ട് അങ്ങ് ആഘോഷിക്കും. ശരിക്കും അങ്ങനെയാണോ? അല്ല. എല്ലാ ദിവസവും രാമായണത്തിലെ ഓരോ പേജെങ്കിലും വായിക്കൂ, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററെങ്കിലും വായിക്കൂ. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ ഒരു മന്ത്രമുണ്ടല്ലോ, സമ്പൂർണ്ണ രാമായണത്തിൽ പറയുന്ന ഒരു മന്ത്രമുണ്ട്. രാമം ആ ദശരഥം വിദ്യ, അത് പറയുന്നത് കൗസല്യ ലക്ഷ്മണസ്വാമിയോട് പറയുന്നതാണ്. അല്ലാതെ സമ്പൂർണ്ണ രാമായണം പറയുന്ന ഒന്നുണ്ട്. പൂർവം രാമ തപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി മർദ്ദനം കൃത്വാ രാവണ കുംഭകർണദഹനം. സമ്പൂർണ്ണ രാമായണം, നമ്മുടെ സമ്പൂർണ്ണ രാമായണത്തിനെ പറ്റി നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. സമ്പൂർണ്ണ രാമായണം അത് ഒരു പ്രാവശ്യമെങ്കിലും, ഒരു നേരമെങ്കിലും ഈ മന്ത്രം, സമ്പൂർണ്ണ രാമായണ മന്ത്രം ജപിച്ചാൽ ശ്രീരാമസ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ജന്മജന്മാന്തര ശാപപാപ ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു പോവുകയാണ്. നമുക്കറിയില്ല കഴിഞ്ഞ ജന്മങ്ങൾക്ക് നമ്മൾ എന്തായിരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മുടെ ജന്മാന്തര ശാപപാപ ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു പോയി സർവേശ്വര അനുഗ്രഹം കിട്ടി ആ ബ്രഹ്മജ്ഞാനത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയും നമ്മളെ അനുഗ്രഹിക്കാൻ ഈ രാമനാമ ജപമാണ് നമുക്ക് പറ്റുന്നതെന്ന് പറയും അല്ലേ? അപ്പോൾ അതിന് ഈ രാമനാമ ജപം ഓരോ ദിവസവും ഓരോ സമയത്തും നമ്മൾ ജപിച്ചാൽ അത്യുത്കൃഷ്ടമാണ്. ഇത് പ്രപഞ്ചനാഥൻ തന്നെയാണ്. ഭഗവാനെ നമ്മൾ പറയും ഒംനിപൊട്ടൻറ്റ് അല്ലേ, സർവശക്തനാണ്. ഒംനി പ്രസൻറ്റ്, സർവവ്യാപിയാണ്. ഒംനിഷ്യൻ്റ്, സർവജ്ഞനാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ ഭഗവാനെ നമ്മൾ വിളിക്കുമ്പോൾ ഭഗവാൻ സർവഭൂതങ്ങളുടെയും പഞ്ചഭൂതങ്ങളുടെയും നാഥനാണ്, പ്രപഞ്ചനാഥനും കൂടിയാണ്. അപ്പോൾ എന്ത് ഉത്കൃഷ്ടമാണ് ആ രാമനാമം നമ്മളൊന്ന് ജപിച്ചാലെന്ന് ആലോചിക്കുക. ഈ രാമനാമം പറയുമ്പോൾ നമുക്ക് മറക്കാതിരിക്കാൻ ഒരു നാമം കൂടിയുണ്ട്, ഹനുമാൻ സ്വാമിയുടെ നാമം അല്ലേ? ശ്രീ രാമദൂത ഹനുമാൻ. അദ്ദേഹത്തിനെ നമുക്ക് ഒരിക്കലും മറക്കാം. കാരണം തന്നെ സ്വന്തം കാര്യങ്ങൾ നോക്കാതെ സ്വാമി കാര്യം പൂർണ്ണമായും എങ്ങനെ ചെയ്യണം, ഞാൻ അടുത്ത നിമിഷം എന്താണ് സ്വാമിക്ക് സന്തോഷം വരാൻ അല്ലെങ്കിൽ സഹായം വരാൻ എന്ന് മാത്രം വിചാരിക്കുന്ന ഭഗവാനാണ് ഹനുമാൻ സ്വാമി. വായുവേഗത്തിൽ വന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ തരുവാണ്. പറയാറുണ്ട്, എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃത മസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം. ഭഗവാനെ പറയുന്ന ആ ഒരു കാര്യം തന്നെ മാരുതിം നമത രാക്ഷസാന്തകം. ഇതിനിടയ്ക്ക് ഒരു കോള് വന്നു കേട്ടോ, അതാണ് ഞാൻ ഇതായത് കോള് വന്ന് അത് ഡിലീറ്റ് ചെയ്യണം നോക്കിയത്. ഓക്കെ, അപ്പോൾ ആ എവിടെയൊക്കെ രാമനാമം നമ്മൾ ജപിക്കുന്നുണ്ടോ അവിടെയൊക്കെ കൈകൾ കൂപ്പി കണ്ണുകൾ നിറഞ്ഞ് ഗദ്ഗത കണ്ഠനായി നമ്മുടെ ഹനുമാൻ സ്വാമി അവിടെ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, വായുവേഗത്തിൽ വായുനന്ദനൻ കൂടി വന്ന് നമ്മൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരികയാണ്. കാരണം അദ്ദേഹം ചിരഞ്ജീവിയാണ്, അദ്ദേഹത്തിൻ്റെ ശക്തി അപാരമാണ്. നമുക്ക് എന്ത് സാധിക്കണം? അസാധ്യ സാധക സ്വാമിൻ അസാധ്യം തവ കിംവദ രാമദൂതം കൃപാസിന്ധോ മത്കാര്യം സാധയ പ്രഭോ എന്നാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അല്ലേ? നമുക്ക് സാധ്യമല്ലാത്തതെല്ലാം സാധിക്കാൻ പറ്റുന്ന എൻ്റെ സ്വാമി, എൻ്റെ ഈ കാര്യം കൂടെ സാധിച്ചു തരണേ എന്ന് നമുക്ക് പറയാം. നമ്മൾ നിഷ്കാമമായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്, സർവ്വസമർപ്പണത്തോടുകൂടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇതൊക്കെ സത്യം തന്നെയാണ്. എന്നാലും നമ്മുടെ സ്വാമിയോട് നമുക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയാനൊരു സ്വാതന്ത്ര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ രാമനവമി പോലും നമ്മൾക്ക് ഒരു വ്രതാനുഷ്ഠാനത്തോടെ എടുക്കാം, വേണമെങ്കിൽ ഏകാദശി ദിവസം പോലെ എടുക്കാം. എല്ലാ പൾസസ് സീരിയൽസ് എല്ലാം ഉപേക്ഷിച്ച് ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഉപേക്ഷിച്ച് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഒരു നേരം ഊണ് കഴിച്ചിട്ടാവാം, ഒരിക്കൽ ഊണ് കഴിച്ചിട്ടാവാം, അല്ലെങ്കിൽ പാലും പഴവും വെച്ചാവാം. അതൊക്കെ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ടാണ്.
നമുക്ക് തീരുമാനിക്കാം നമുക്കിനി എങ്ങനെ വ്രതം എടുക്കണം, എന്ത് ചെയ്യണം. കാരണം ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? സത്യശക്തിയായ ശ്രീ ഭഗവാന്റെ പരബ്രഹ്മത്തിലേക്ക് നമ്മൾ നയിക്കാൻ വേണ്ടി, നമ്മളെത്താൻ വേണ്ടി, നമ്മുടെ ഈ മനുഷ്യ ജന്മത്തിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി സാധിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വ്രതാനുഷ്ഠാനങ്ങളെല്ലാം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ രാമനാമം ജപിച്ച് അനവരതം നമ്മൾ നിർത്താതെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും അടുക്കള ജോലി ചെയ്യുമ്പോഴും എല്ലാം ഈ രാമനാമം ജപിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ശ്രീരാമസ്വാമിയുടെ, എൻ്റെ ശ്രീമൻ നാരായണൻ്റെ, ഭഗവാന്റെ, എൻ്റെ ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും എവിടെയും ഏത് സമയം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ്.